ഇപ്പോൾ നമ്മൾ നവകേരള സദസ്സിൻ്റെ 4 സദസ്സുകൾ ബാക്കിയുണ്ട്. അത് കഴിഞ്ഞാൽ നമ്മൾ പോകുന്നത് എങ്ങോട്ടേക്കാണ്? കൊല്ലത്തേക്ക് കലോത്സവത്തിലേക്കാണ്. നമ്മൾ ഈ കലോത്സവത്തിലേക്ക് പോകുമ്പോൾ നിലവിലെ ചാമ്പ്യന്മാർ കലാകിരീടത്തിന്റെ അമരത്തിരിക്കുന്നത് കോഴിക്കോടാണ്. അപ്പോൾ അവിടുന്ന് ആ സ്വർണ്ണക്കപ്പ് കൊല്ലത്തേക്ക് കൊണ്ടുവരണ്ടേ? അപ്പോൾ സ്വർണ്ണക്കപ്പ് അപ്പോൾ ആ സ്വർണ്ണക്കപ്പുമായിട്ടുള്ള ഘോഷയാത്ര നാളെ കോഴിക്കോടും തുടങ്ങുകയാണ്. അത് വലിയൊരു വിളംബര ഘോഷയാത്രയായിട്ട് തന്നെ കൊല്ലത്തേക്ക് കൊണ്ടുപോകും. അത് പല സ്ഥലങ്ങളിലൂടെ ഇപ്പോൾ നാളെ രാവിലെ കോഴിക്കോടും തുടങ്ങി പിന്നീട് തൊടുപുഴയിൽ സമാപിച്ച് 3-ാം തീയതി, അതായത് കലോത്സവം തുടങ്ങുന്നതിൻ്റെ തൊട്ട് തലേദിവസം വൈകുന്നേരം കൊല്ലത്ത് എത്തിച്ചേരും. ആ രീതിയിലാണ് ആ ഘോഷയാത്ര ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ കലോത്സവത്തിൻ്റെ ആരവങ്ങൾ ഉയർത്തിക്കൊണ്ടുള്ള ആ വിവരം ഒന്ന് കണ്ടാലോ, ആ വാർത്ത ഒന്ന് കണ്ടാലോ? ശരി, അപ്പോൾ നമുക്ക് ആ ഘോഷയാത്രയുടെ, അതായത് സ്വർണ്ണക്കപ്പ് കൊല്ലത്തേക്ക് എത്തുന്ന ആ യാത്രാ വഴികളൊന്ന് കണ്ടുവരാം. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം 2024 സ്വർണ്ണക്കപ്പ് ഘോഷയാത്ര ജനുവരി 2 രാവിലെ 8 മണിക്ക് കോഴിക്കോട് ഗവൺമെന്റ് മോഡൽ HSS ഗ്രൗണ്ടിൽ നിന്നും ആരംഭിക്കും. അന്നേ ദിവസം തൊടുപുഴയാണ് യാത്ര അവസാനിക്കുക. 3-ാം തീയതി വീണ്ടും യാത്ര തുടങ്ങി അന്ന് തന്നെ കൊല്ലത്ത് എത്തിച്ചേരും. യാത്ര ആരംഭിക്കുന്നതിന് വിപുലമായ ഒരുക്കങ്ങൾ കോഴിക്കോട് പൂർത്തിയായി. കോഴിക്കോട് നടന്ന സംസ്ഥാന മേളയുടെ വർക്കിംഗ് ചെയർമാൻ തോട്ടത്തിൽ രവീന്ദ്രൻ MLA, MK രാഘവൻ MP, മേയർ ബീന ഫിലിപ്പ്, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗവാസ് തുടങ്ങിയ ജനപ്രതിനിധികൾ ചടങ്ങിൽ പങ്കെടുക്കും. കോഴിക്കോട് വിദ്യാഭ്യാസ ഉപഡയറക്ടർ C മനോജ് കുമാർ ഏറ്റുവാങ്ങും. തുടർന്ന് ഘോഷയാത്രയിൽ ജില്ലാ അതിർത്തിയായ രാമനാട്ടുകരയിൽ പോലീസ് അകമ്പടിയോടെയാണ് സ്വർണ്ണക്കപ്പ് എത്തിക്കുക. രാമനാട്ടുകര ഗണപത് AUP സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് മലപ്പുറം DD കപ്പ് ഏറ്റുവാങ്ങും. കലോത്സവ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സ്വർണ്ണക്കപ്പ് ഇതുപോലെ ഘോഷയാത്രയായി കൊണ്ടുപോകുന്നത്. കൈരളി ന്യൂസ്, കോഴിക്കോട്.